വാക്കുകളിലൂടെ ആരംഭിക്കുന്നു. ഞാൻ ഐ പ്രൗഡ്ലി ഇൻവൈറ്റ് യു Honorable Home Minister of Bharat Sri Amit Shah ji for the address huge gathering and also inviting Sri George Kurian ji for to translate. അടുത്തതായി സ്വീകരണമാണ്. ലോക്സഭാ കോർ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ലോക്സഭാ കോർ കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിക്കുന്നു. BDJSന് വേണ്ടിയിട്ട് BDJSും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് ഘടകകക്ഷികളും ചേർന്ന് നമ്മളുടെ സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നു. നമ്മളുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ശ്രീ പ്രശസ്ത ചിത്രകാരനായ ശ്രീ സേതു തയ്യാറാക്കിയ ഛായാചിത്രം അമിത്ഷാജിക്ക് സമർപ്പിക്കുന്നു. ഈട്ടിത്തടിയിൽ തീർത്ത രാംലല്ലയുടെ പ്രതിമ അദ്ദേഹത്തിന് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മുദ്രയായ നെൽക്കതിർ അദ്ദേഹത്തിന് ലോക്സഭാ കോർ കമ്മിറ്റി വിമൽ രവീന്ദ്രൻ കൺവീനർ സമർപ്പിക്കുന്നു. ഒപ്പം ശ്രീമതി ശോഭ സുരേന്ദ്രൻ അമിത്ഷാജിയുടെ ഛായാചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇവിടെ ചിലരൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ കിടുകിട വിറയ്ക്കുമെന്ന് നമ്മളോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കേൾക്കാം, ശ്രവിക്കാം ശ്രീ അമിത്ഷാജിയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ജയൻ ക്ഷണിക്കുന്നു. मेरे साथ बोलिए, भारत माता की। भाई क्या होगा अल्पुया वालों की आवाज को? मोदी जी को तीसरी बार प्रधानमंत्री बनाना है या नहीं बनाना है? शोभा जी को संसद में भेजना है या नहीं भेजना है? ശോഭയെ പാർലമെന്റിൽ വിടണമോ? तो ऐसी आवाज नहीं चलेगी. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം പോലെ ഉറക്കെ വിളിക്കണമെന്ന്. अल्पुया वालों दोनों हाथ उठाओ, उठाइए दोनों हाथ. विजय के संकल्प की मुट्ठी बींचिए. വിജയത്തിന്റെ സങ്കല്പത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുഷ്ടികൾ ചുരുട്ടിയിട്ട് और प्रचंड आवाज से बोलिए, പ്രചണ്ഡമായിട്ടുള്ള ശബ്ദത്തില് भारत माता की, भारत माता की, वंदे वंदे. ये कैमरा वाले सेट कर बैठ जाओ भैया, जरा सब लोग दिखाई पड़े അവിടെ प्लीज. ഈ പത്രക്കാര് ഒന്നിരുന്നാൽ, ചാനലുകാർ ഒന്നിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്ന്. मैं यही रहकर बोलने वाला हूं, बैठ जाइए. आज के कार्यक्रम में यहां उपस्थित एडवोकेट जॉर्ज कुरियन जी, श्री MV गोपा कुमार जी, हमारे पूर्व केंद्रीय मंत्री अल्फोंस जी, पंडालम प्रतापन जी, श्री संदीप वाचस्पति जी, विमल रविंद्रन जी, अरुण अनिरुद्धन जी, विलियाकुलम परमेश्वरन जी, KS राजन जी, K सोमन जी, मल्लूमेल सुरेश जी, श्री VS जतिन देव जी, और आज जिनको जिताने की अपील करने के लिए मैं आया हूं, हमारी बहन शोभा सुरेंद्रन जी. जोर से ताली बजाओ शोभा के लिए. ഇന്ന് ഞാൻ ആർക്ക് വേണ്ടിയാണോ और आज यहां पर उपस्थित अल्पुया में आए हुए प्यारे भाइयों, बहनों, माताओं और मेरे जिगर के टुकड़े जैसे युवा मित्रों, आप सभी को नमस्कार. ഇന്ന് ആർക്ക് വേണ്ടിയാണോ ഇവിടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുന്നത്,
എന്റെ പ്രിയങ്കരിയായ സഹോദരി ശോഭ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എന്റെ യുവ സുഹൃത്തുക്കളെ, भाई और बहनों, सबसे पहले अंबाला पूजा मंदिर, मन्नार साला नागराज मंदिर और वेंकटेचलपति मंदिर को प्रणाम कर कर मेरी बात की शुरुआत करना चाहता हूं। ആദ്യമായിട്ട് അമ്പലപ്പുഴ ക്ഷേത്രം, അതുപോലെ തന്നെ മന്നാർശാല നാഗക്ഷേത്രം, അതുപോലെ തന്നെ ചലപതി ക്ഷേത്രം, ഇതിനെയെല്ലാം ആദരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. मैं मलयाली भाषा में नहीं बोल सकता, इसलिए सभी केरल के भाई बहनों की क्षमा मांगकर मेरी बात की शुरुआत करना चाहता हूं। ഞാൻ മലയാളത്തിൽ സംസാരിക്കുവാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ ജനങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. मित्रों, आप शोभा जी को वोट करने के लिए यहां आए हैं। मैं एक बात अल्पुया वाले सारे भाइयों बहनों को बताना चाहता हूं, शोभा जी के नाम के सामने जो कमल के निशान है, उस पर दिया हुआ एक एक वोट नरेंद्र मोदी जी को प्रधानमंत्री बनाने वाला है। ഞാൻ ഈ ആലപ്പുഴയിലെ ജനങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശ്രീ ശോഭ സുരേന്ദ്രന്റെ പേരിനോട് ചേർന്ന് താമരയിലെ നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഓരോ വോട്ടും ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി വോട്ടുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. मित्रों, सारे सर्वे बता रहे हैं कि पूरा केरल नरेंद्र मोदी जी के साथ आगे बढ़ने के लिए तैयार है। എല്ലാ സർവേകളും പറയുന്നു ഈ കേരളം മുഴുവൻ നരേന്ദ്രമോദിയോട് ഒപ്പം ചേർന്ന് മുന്നേറാൻ തയ്യാറാണ് എന്ന് പറയുന്നു. केरल के किसान और केरल के मछुआरा भाई भी नरेंद्र मोदी के साथ आगे बढ़ने के लिए तैयार है। കേരളത്തിലെ കർഷകരും അതുപോലെ തന്നെ മനുഷ്യപ്രവർത്തകരും നരേന്ദ്രമോദിയോടൊപ്പം മുന്നേറുവാൻ തയ്യാറാണ്. भाई और बहनों, केरल के कोने कोने से केरल की संस्कृति और केरल की विरासत दोनों के संरक्षण के लिए नरेंद्र मोदी को वोट देने की आवाज आ रही है। ഈ കേരളത്തിന്റെ ഓരോ കോണുകളിലും സാംസ്കാരികമായിട്ട് പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന വികാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. केरल के भाइयों बहनों, केरल में 3 खेमे पड़े हुए हैं। एक कम्युनिस्टों का, दूसरा कांग्रेस और मुस्लिम लीग का, और तीसरा एनडीए का खेमा हुए। കേരളത്തില് 3 മുന്നണികളാണുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരുടേത്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും, രണ്ടാമത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും, അതുപോലെ തന്നെ എൻഡിഎയുടെ സഖ്യം. भाई और बहनों, दुनिया में कम्युनिस्ट समाप्त हो गए हैं, देश में भी कम्युनिस्ट समाप्त हो गए हैं और कांग्रेस देश में समाप्त हो गई है। आने वाला समय भारतीय जनता पार्टी का है। സുഹൃത്തുക്കളെ, ലോകത്ത് കമ്മ്യൂണിസം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തും അസ്തമിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചിരിക്കുകയാണ്. ഇനി വരുവാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളുകളാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये चुनाव में शोभा जी को सांसद बनाने के साथ साथ कई सारे काम होने वाले हैं। ഈ തെരഞ്ഞെടുപ്പില് ശോഭാജിയെ പാർലമെന്റ് മെമ്പറാക്കുന്ന അവസരത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. भाई और बहनों, ये चुनाव शोभा जी के सांसद बनते ही तीसरी बार
नरेंद्र मोदी को प्रधानमंत्री बनाने का चुनाव है। സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിലോ ശോഭാ സുരേന്ദ്രൻ MP ആകുന്നതോടൊപ്പം തന്നെ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യും. ये चुनाव भारत को दुनिया में तीसरे नंबर की इकोनॉमी बनाने का चुनाव है। ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ये चुनाव 3 करोड़ लखपति दीदी बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ട് 3 കോടി സഹോദരിമാരെ ലക്ഷപതികളായിട്ട് മാറ്റുന്ന തെരഞ്ഞെടുപ്പാണ്. ये चुनाव एग्रीकल्चर, मैन्युफैक्चरिंग और टेक्नोलॉजी तीनों फील्ड में भारत को दुनिया में नंबर 1 बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും കാറ്റലോഗിന്റെ രംഗത്തും 3 രംഗത്തും ഈ ഭാരതത്തെ ഒന്നാമതാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ये चुनाव चंद्रयान, मंगलयान और आदित्ययान को सफल करने का चुनाव है। ഈ തെരഞ്ഞെടുപ്പ് ചന്ദ്രയാനെയും മംഗൾയാനെയും അതുപോലെ തന്നെ ആദിത്യയാനെയും യാഥാർത്ഥ്യമാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. और ये चुनाव केरल को हिंसा से मुक्त करने का भी चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ അക്രമത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ये सो कॉल्ड इंडी अलायंस अब पूरा एक्सपोज हो चुका है। इंडी अलायंस के 2 घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं, केरल और बंगाल में आमने सामने लड़ते हैं। इनकी ये लड़ाई नकली लड़ाई है। कम्युनिस्ट और कांग्रेस के बीच में इलू इलू चल रहा है, संभल कर रखना केरल वालों। അതുപോലെ തന്നെ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നവര് അവരെന്താണ്? അവരൊരു കാപട്യത്തിന്റെ ആൾക്കാരാണ്. ഇതിന്റെ 2 ഘടകങ്ങള് കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു എന്നവര് കാണിക്കുന്നു. എന്നാൽ അവര് ഡൽഹിയില് ഒരു സ്റ്റേജിലിരിക്കുന്നു, ബംഗാളിലും അവര് തമ്മിലടിക്കുന്നു എന്ന് അവര് കാണിക്കുന്നു. ഇവര് 2 പേരും ജനങ്ങളെ ഒരുമിച്ച് നിന്ന് കബളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. मुझे बताओ भाइयों, PFI पर बैन रहना चाहिए या नहीं रहना चाहिए? PFI നിരോധിക്കണമോ വേണ്ടയോ നിങ്ങൾ പറയൂ. जरा जोर से बोलो, PFI पर बैन रहना चाहिए या नहीं रहना चाहिए? PFI നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ये कम्युनिस्ट और कांग्रेस पार्टी PFI का समर्थन लेते हैं। एक कांग्रेस पार्टी, SDPI ने कांग्रेस पार्टी को समर्थन दिया और कम्युनिस्ट पार्टी भी PFI के बैन पर मौन है। मैं केरल की जनता को कहने आया हूं, नरेंद्र मोदी जी को प्रधानमंत्री बनाइए। PFI के त्रास से नरेंद्र मोदी जी पूरे देश को सुरक्षित करना चाहते हैं। भाइयों, सुरक्षित करना चाहते हैं। അതുപോലെ തന്നെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ പോപ്പുലർ ഫ്രണ്ടിനെ അവർ സഹായിക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് എങ്കിലോ PFIയുടെ SDPIയുടെ പിന്തുണ തരുന്നു. അവരതിനെ എതിർക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരും ആ PFIയുടെ ആ പിന്തുണയ്ക്ക് വേണ്ടി നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കൂ. ഈ PFI പോലെയുള്ള ഭീകര സംഘടനകളെ ഈ രാജ്യത്ത് വെച്ചുറപ്പിക്കില്ല എന്ന് പറയുവാൻ ആഗ്രഹിക്കുക. मुझे बताइए भाइयों बहनों, एक कश्मीर हमारा है या नहीं है? കാശ്മീർ നമ്മുടേതാണോ അല്ലയോ? जोर से बोलिए, है या नहीं है? ഉറക്കെ പറയാതെ. कांग्रेस के नेता कहते हैं केरल और कश्मीर का क्या लेन देन? खड़गे साहब, मैं बताता हूं, न केवल केरल, देश का बच्चा बच्चा कश्मीर के लिए अपनी जान देने के लिए तैयार है, जान देने के लिए तैयार है। അതുപോലെ തന്നെ കോൺഗ്രസുകാർ ചോദിക്കുന്നു,
ഈ കാശ്മീരും കേരളവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നു. ഞാൻ അവരോട് പറയുവാൻ തയ്യാറാണ്. കേരളത്തിലെ ഇവിടുത്തെ ചെറുപ്പക്കാര് കാശ്മീരിന് വേണ്ടി ജീവൻ നൽകുവാൻ ആഗ്രഹിക്കുന്നവരാണ്, തയ്യാറായിട്ടുള്ളവരാണ്. भाई और बहनों, आर्टिकल 370 को कांग्रेस ने 70 साल तक संभाल कर रखा. नरेंद्र मोदी जी ने आर्टिकल 370 को समाप्त कर कश्मीर को हमेशा के लिए भारत का हिस्सा बनाने का काम किया है. സുഹൃത്തുക്കളെ, ആർട്ടിക്കിൾ 370 കോൺഗ്രസ് പാർട്ടി 70 വർഷകാലഘട്ടം അവരെ സംരക്ഷിക്കുകയായിരുന്നു. നരേന്ദ്രമോദി 370നെ അദ്ദേഹം റദ്ദ് ചെയ്തുകൊണ്ട് കാശ്മീരിലെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി എന്നേക്കുമായിട്ട് അദ്ദേഹം മാറ്റുകയുണ്ടായി. नरेंद्र मोदी जी ने देश को आतंकवाद और नक्सलवाद से सुरक्षित करने का काम किया है. നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഭീകരവാദത്തിൽ നിന്നും അതുപോലെ തന്നെ നക്സൽവാദത്തിൽ നിന്നും സുരക്ഷിതമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. नरेंद्र मोदी जी ने देश के 80 करोड़ गरीबों को गरीबी हटाने का काम नरेंद्र मोदी जी लगातार कर रहे हैं. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ 80 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. नरेंद्र मोदी जी ने पूरे देश भर में गरीबों को आयुष्मान भारत योजना के तहत 5 लाख तक का स्वास्थ्य का सारा खर्चा नरेंद्र मोदी जी दे रहे हैं. और अल्पुया में ही केवल अल्पुया में 6,40,000 लोगों को 5 लाख तक का पूरा खर्चा भारतीय जनता पार्टी दे रही है. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ദരിദ്രരായിട്ടുള്ള ജനങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആലപ്പുഴയില് ഏതാണ്ട് 6 ലക്ഷം പേർക്ക് ആ രീതിയിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. सिर्फ अल्पुया में 360 करोड़ 360 करोड़ और 201 योजनाएं नरेंद्र मोदी जी अर्बन डेवलपमेंट की अमरूद की लेकर आए हैं. അതുപോലെ തന്നെ ആലപ്പുഴയില് ഇവിടുത്തെ നഗര വികസനത്തിന് വേണ്ടി 360 പദ്ധതികള് അതുപോലെ 201 പദ്ധതികള് നരേന്ദ്രമോദി ആലപ്പുഴയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. पीएम किसान 2,40,000 किसानों को हर साल 6,000 रुपया का चेक नरेंद्र मोदी जी ने दिया है. അതുപോലെ PM കിസാന്റെ അടിസ്ഥാനത്തില് 2,44,000 കർഷകർക്ക് ഈ ആലപ്പുഴയില് 6,000 രൂപ വെച്ച് നരേന്ദ്രമോദി ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. सिर्फ एक कॉन्स्टिट्यूंसी में 1,70,000 गरीबों के घर में नल से जल पहुंचाने का काम नरेंद्र मोदी जी ने किया है. ഒരു മണ്ഡലത്തിൽ മാത്രം 1,70,000 വീടുകളില് ഈ പൈപ്പിലൂടെ വെള്ളമെത്തിക്കുന്ന പരിപാടി നരേന്ദ്രമോദി നടപ്പിലാക്കിയുണ്ടായി. और सैकड़ों मछुआरों को मत्स्य संपदा योजना का फायदा देने का काम नरेंद्र मोदी जी ने किया है. അതുപോലെ തന്നെ ആയിരക്കണക്കിന് മത്സ്യപ്രവർത്തകർക്ക് മത്സ്യസമ്പദ പദ്ധതിയുടെ അടിസ്ഥാനത്തില് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് നരേന്ദ്രമോദി തയ്യാറാകിയുണ്ടായി. अल्पुया वालों, मैं एक मोदी गारंटी कहने आया हूं. यहां पर नारियल जटा उद्योग, काठी उद्योग बहुत बड़ा है, मगर चीन की सस्ती वैकल्पिक व्यवस्थाओं के कारण नारियल जटा उद्योग मृत प्राय हुआ है. मैं आपको बताकर जाता हूं,
मोदी जी को तीसरी बार प्रधानमंत्री बना दो। नारियल जटा उद्योग के लिए हम स्पेशल पैकेज लेकर यहां उसको मजबूत करने का काम करेंगे। അതുപോലെ തന്നെ മോഡി ഗ്യാരണ്ടിയുടെ കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആലപ്പുഴയിൽ കയറിന്റെ വ്യവസായം ധാരാളമായിട്ടുണ്ട്. അത് പക്ഷേ മുന്നോട്ട് പോകുന്നില്ല. നരേന്ദ്രമോദിയെ നിങ്ങൾ മൂന്നാം പ്രാവശ്യവും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിലോ അതിനുവേണ്ടി കയറിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. कम्युनिस्टों के शासन में, कांग्रेस के शासन में केरल में टेररिज्म को पनाह देने का काम किया है। കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ഭരണകാലഘട്ടത്തിലോ കേരളത്തിലെ ഭീകരവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. माइनॉरिटी वोट बैंक के चक्कर में पीएफआई का समर्थन करने का काम कम्युनिस्ट और कांग्रेस दोनों ने किया है। അതുപോലെ തന്നെ ചില ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി PFIയെ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. 2021 में हमारे कार्यकर्ता रणजीत श्रीनिवासन के उनको परिवार के सामने ही 56 गांव लगाकर हत्या करने का काम एसडीपीआई और पीएफआई के लोगों ने किया है। 2021 ഈ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറിയിട്ട് 56 വെട്ടുവെട്ടി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ PFIയും SDPIയും കൂടെ അങ്ങനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. आरएसएस के मुख्य शिक्षक नंदू की भी हत्या 2021 में टेररिस्ट संगठनों ने की है। അതുപോലെ തന്നെ ചെന്നത്തലയിലെ നന്ദുവിനെയും ഇതുപോലെ തന്നെ ഭീകരവാദികള് കൊടും ക്രൂരമായിട്ട് കൊല്ലുകയാണ് ഉണ്ടായത്. भाई और बहनों, मैं केरल की जनता को कहकर जाना चाहता हूं, जब तक नरेंद्र मोदी जी की सरकार है पीएफआई जैसे संगठन बैन ही रहेंगे, उसको कोई चालू नहीं कर सकता। സുഹൃത്തുക്കളെ, ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എപ്പം വരെയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമോ അപ്പം വരെയും ഈ PFI പോലെയുള്ള ഭീകര സംഘടനകളെ ഈ കേരളത്തിന്റെ ഈ ഭാരതത്തിന്റെ മണ്ണിലോ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. कांग्रेस और कम्युनिस्ट किसान विरोधी पार्टियां हैं। 2014-15 में धान की एमएसपी 1310 रुपया थी, वो मोदी जी ने बढ़ाकर 1310 से इंक्रीज कर 2183 एमएसपी करने का काम नरेंद्र मोदी जी ने किया है। ഈ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും കർഷക വിരുദ്ധരാണ്. 2014-15 കാലഘട്ടത്തിലോ ഇതിന്റെ താങ്ങുവില എന്ന് പറയുന്നത് 1310 രൂപയായിരുന്നു. നരേന്ദ്രമോദി അത് 2183 രൂപയാക്കി ഉയർത്തിയിട്ട് കർഷകരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. भाई और बहनों, कोऑपरेटिव सेक्टर छोटे लोगों का सेक्टर है। സുഹൃത്തുക്കളെ, ഈ സഹകരണ മേഖല എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ മേഖലയാണ്. कम्युनिस्ट पार्टियों ने करूवन्नूर कोऑपरेटिव बैंक का स्कैम और इसमें लूट कर कोऑपरेटिव की भावनाओं पर बड़ा हमला किया है। ഈ കമ്മ്യൂണിസ്റ്റുകാര് കരുവണ്ണൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊള്ള നടത്തിയിട്ട് ഈ സഹകരണ മേഖലയുടെ പ്രവർത്തനത്തിന് അവർ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. मैं आपको केरल वालों बताकर जाता हूं, ईडी इसकी जांच कर रही है। करूवन्नूर कोऑपरेटिव बैंक का एक एक पैसा इसके डिपॉजिटर के पास वापिस देने का काम नरेंद्र मोदी सरकार करेगी। അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, ED ഈ കാര്യത്തിലുള്ള അന്വേഷണം നടത്തുകയാണ്.
കരുവന്നൂർ കോപ്പറേറ്റീവ് ബാങ്കില് ഡിപ്പോസിറ്റ് ചെയ്ത ഓരോരുത്തർക്കും അവരുടെ ഓരോ പൈസയും നരേന്ദ്രമോദി തിരിച്ചു കൊടുക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. सीपीएम और कांग्रेस दोनों एक कोऑपरेटिव घोटाले के लिए चुप्पी साधे हैं. भारतीय जनता पार्टी सबको दंड देने का काम करेगी. അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും ഈ സഹകരണ മേഖലയില് അവര് സഹകരിക്കുന്നവരാണ്. എല്ലാവരെയും തീർച്ചയായിട്ടും കുഴപ്പം കാണിച്ച് എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടി ശിക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. एक और तो सीपीएम कह रही है भारत एटॉमिक पावर नहीं रहेगा. मैं सीपीएम के आकाओं से कहना चाहता हूं, पहले आप जहां जहां कम्युनिस्ट शासन है वहां कहिए कि एटॉमिक पावर न रहे. भारत मोदी जी के नेतृत्व में, पहले अटल जी के नेतृत्व में और मोदी जी के नेतृत्व में एटॉमिक पावर बना है और ये बना रहेगा. देश की सुरक्षा के साथ कोई खिलवाड़ नहीं होगा. CPM പറയുകയാണ് ഭാരതം ഒരിക്കലും അണു പവറായിട്ട് മാറുവാൻ പാടില്ല എന്ന്. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും അതുപോലെ തന്നെ അതിനുശേഷം മോഡിജി ഭരിക്കുന്ന അവസരത്തിലും ആ അണുബോംബിന്റെ ശക്തിയായിട്ട് ഭാരതം മാറുകയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. एक और तो वो एटॉमिक पावर बनने का विरोध करते हैं और दूसरी ओर एटॉमिक मिनरल ब्लैक सैंड का इलीगल माइनिंग कर विदेशों में बेचने का काम एक कम्युनिस्ट पार्टी करती है. അവർ ഒരു ഭാഗത്ത് ഇതുപോലെയുള്ള ആറ്റോമിക് പവറിന്റെ കാര്യത്തിൽ എതിർക്കുന്നു, പക്ഷേ ഇവിടുത്തെ കരിമണല് ഖനനം ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് അവർ കയറ്റുമതി ചെയ്യുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. भाई और बहनों, ये ब्लैक सैंड माइनिंग के स्कैम में कम्युनिस्ट और कांग्रेस दोनों पार्टियों के नेता शामिल हैं. ഈ ഖനനത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും നേതാക്കന്മാരോ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അതിനെ സഹായിക്കുന്നത്. ढेर सारे स्कैम में मुख्यमंत्री के परिवारजन और इनकी ऑफिस का इन्वॉल्वमेंट आया है, परंतु पारदर्शिता की बात करने वाली एक कम्युनिस्ट पार्टी अपने मुख्यमंत्री पर एक शब्द बोलने के लिए तैयार नहीं है. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ഓഫീസിന്റെയും പേരിൽ അഴിമതി ആരോപണങ്ങള് ഉണ്ടായി. പക്ഷേ ഈ കോൺഗ്രസുകാര് അവർക്കെതിരെ ഒരു വാക്ക് പറയുവാൻ അവർ തയ്യാറായില്ല. अल्पुया में कांग्रेस और कम्युनिस्ट दोनों पार्टियों को एंटी नेशनल संगठनों का समर्थन प्राप्त है. കോൺഗ്രസുകാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ദേശവിരുദ്ധ ശക്തികൾക്ക് അവർ പിന്തുണ കൊടുക്കുകയാണ്. देखिए, सीपीएम को पीडीपी का समर्थन प्राप्त है और कांग्रेस को एसडीपीआई का समर्थन प्राप्त. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് PDPയുടെ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് SDPയുടെയും പിന്തുണയുണ്ട്. देखिए, वेलफेयर पार्टी भी कांग्रेस का समर्थन कर रही है, जो भारत को इस्लामिक स्टेट बनाना चाहते हैं. अल्पुया वालों, आपको तय करना है किस प्रकार के प्रत्याशी को वोट देना है. मैं हमारी बहन शोभा की गारंटी देता हूं, अंतिम सांस तक भारत को एकजुट रखने का काम शोभा बहन करेगी. അതുപോലെ തന്നെ കോൺഗ്രസുകാര് ഈ രാജ്യവിരുദ്ധർക്ക് കൂടെയാണ് നിൽക്കുന്നത്. ഞാനൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സഹോദരി ശോഭാ സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ശ്വാസം വരെയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. भाई और बहनों, केरल में हमारे मछुआरा भाई बहुत महत्वपूर्ण तरीके से देश की सेवा कर रहे हैं.
സുഹൃത്തുക്കളെ, കേരളത്തിലെ നമ്മുടെ മത്സ്യപ്രവർത്തകര് വളരെ മഹത്വപൂർണമായിട്ട് രാജ്യത്തിന്റെ സേവനം നടത്തുകയാണ്. केरल में 2,17,000 2,17,000 मछुआरों को बायोमेट्रिक कार्ड देकर उनको सुरक्षित करने का काम नरेंद्र मोदी जी ने किया है. കേരളത്തില് 2,17,000 ഈ മത്സ്യപ്രവർത്തകർക്ക് ബയോമെട്രിക് കാർഡ് കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് ഉണ്ടായത്. फिशरीज एंड एक्वाकल्चर इंफ्रास्ट्रक्चर डेवलपमेंट फंड में सिर्फ केरल में 260 करोड़ रुपया 260 करोड़ रुपीस देने का काम नरेंद्र मोदी जी ने दिया है. അതുപോലെ തന്നെ ഫിഷറീസും അതുപോലെ തന്നെ ആ രംഗത്ത് 260 കോടി രൂപ ഫിഷറീസ് ആൻഡ് അക്വ രംഗത്ത് 260 കോടി രൂപ നരേന്ദ്രമോദി മാറ്റിവെക്കുകയുണ്ടായി. और प्रधानमंत्री मत्स्य संपदा योजना में केरल को 444 करोड़ रुपया देने का काम नरेंद्र मोदी जी ने किया है. അതുപോലെ തന്നെ പ്രധാനമന്ത്രി മത്സ്യസമ്പദാ പദ്ധതിയില് 444 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി, നടപ്പിലാക്കുകയുണ്ടായി. भाई और बहनों, अंत में मैं इतना ही कहना चाहता हूं, केरल और देश को केवल और केवल मोदी जी सुरक्षित रख सकते हैं. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ കേരളത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും സുരക്ഷയൊരുക്കണമെങ്കിൽ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന്. केरल और देश का विकास केवल और केवल नरेंद्र मोदी जी कर सकते हैं. അതുപോലെ തന്നെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വികസനം അത് കേവലം നരേന്ദ്രമോദിക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. और महान भारत केवल नरेंद्र मोदी जी और भाजपा ही बना सकती है. അതുപോലെ മഹാൻ ഭാരത തീർച്ചയായിട്ടും ബിജെപിയും നരേന്ദ്രമോദിക്കും മാത്രമേ അതിനെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. अंत में मोदी जी के हाथ मजबूत करने के लिए अल्पुया में परिवर्तन करिए और शोभा बहन को प्रचंड बहुमत के साथ जिताइए. ऐसा मेरा आप सभी को रिक्वेस्ट है. धन्यवाद. അവസാനമായിട്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് നിങ്ങൾ ശക്തിയേകൂ. അതിനുവേണ്ടി സഹോദരി ശോഭ സുരേന്ദ്രന് വൻ ഭൂരിപക്ഷത്തോടുകൂടി അവരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. बोलो भारत माता की